उदित तापन हईले आस्था बिना कला बोली हई व्यवस्था उदित तापन हईले आस्था बिना कला बोली हई व्यवस्था उदित तापन हईले आस्था दिन गला बलि हई व्यवस्था बना हईले अस्त दिन गला बलि हई व्यवस्था तब कलाए दे अलस होए तब कलाए दे अलस होए न ഹരേ കൃഷ്ണ. ഈ സ്ഥലത്തിൻ്റെ പേര് സ്വർണ്ണവിഹാർ എന്നാണ്. ഇത് ഗോദ്രുമ ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗോദ്രുമ ദ്വീപ് എന്ന് പറയുമ്പോൾ കീർത്തനം എന്നാണ് പറയുന്ന ഈ സ്പെഷ്യൽ പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ കീർത്തനത്തിനാണ് വളരെ ഇമ്പോർട്ടൻസ്. അപ്പം ഇന്ന് മഹാരാജുമാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണ്ണവിഹാറിൽ സുവർണസേന എന്ന് പറയുന്ന ഒരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ മെറ്റീരിയലിസ്റ്റ്, ഭൗതികമായ ആസക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പൈസ താല്പര്യവും രാജ്യം പിടിച്ചടക്കുക എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഡിവോട്ടിയുമായിരുന്നത് കാരണം നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭൗതികമായിട്ടല്ല ജീവിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നാരദമുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാരദമുനിയുടെ അനുഗ്രഹം കിട്ടിയതോടുകൂടി അദ്ദേഹം പറഞ്ഞു, നീ തന്നെ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിനെ കാണും, ഗൗരംഗ മഹാപ്രഭുവിനെ കാണാൻ നിനക്ക് അവസരം കിട്ടും. ആ സമയത്തും നീ ഇതുപോലെ വലിയൊരു പൈസക്കാരനായിട്ട് ബുദ്ധിമാൻ ഖാനായിട്ട് ഇവിടെ വന്ന് ജനിക്കും, ചൈതന്യ ലീലയിൽ വന്ന് ജനിക്കുകയും അന്ന് ചൈതന്യ മഹാപ്രഭുവിടെ ഭാര്യ വിഷ്ണുപ്രിയയ്ക്കും ചൈതന്യ മഹാപ്രഭുവിനുമുള്ള വിവാഹത്തിൻ്റെ എല്ലാ ചെലവുകളും നീ തന്നെ വഹിക്കും എന്ന്, അങ്ങനെ ഒരു നിനക്കൊരു വലിയ ഭാഗ്യം കിട്ടും എന്നും നാരദമുനി അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിരുന്നു. അതിനുശേഷം സ്വപ്നത്തിൽ അദ്ദേഹത്തിന് നാരദമുനിയെ ഭഗവാൻ ഗൗരംഗ മഹാപ്രഭുവിനെ കാണാൻ ഇടയാവുകയും അന്നു മുതൽ അദ്ദേഹം ഗൗരംഗ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് അദ്ദേഹം കലിയുഗത്തിൽ ഗൗരംഗ മഹാപ്രഭു വന്നപ്പോൾ അദ്ദേഹം ഈ ലീലയിൽ പങ്കെടുത്തു. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് പ്രഭുപാദിൻ്റെ ഗുരു ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി വന്നിട്ട് ഈ സ്ഥലത്തിനെ, അന്ന് വലിയ കാടായിരുന്നു, പുലിയൊക്കെ ഉള്ള കടുവയും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇതിനെ വിലയ്ക്ക് മേടിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു, എന്തിനാ ഈ കാടിൽ പോയി മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഭക്തിസിദ്ധാന്ത മഹാരാജ് പറഞ്ഞു, ഇല്ല, അത് തന്നെ മേടിക്കണം എന്ന് പറഞ്ഞ് ഈ ഫോറസ്റ്റിനെ അവർ ഡോക്യുമെൻ്റ് എല്ലാം ചെയ്ത് മേടിച്ചതിന് ശേഷം ഇത് എക്സ്കവേറ്റ് ചെയ്ത് ഇതിനെ കുഴിച്ച് നോക്കിയപ്പോൾ ഇവിടെ കുറേ പാറകഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്നത്തെ കാലത്ത് ആ സ്വർണ്ണസേന രാജാവ് ഭരിച്ചിരുന്ന അതേ സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ അതെല്ലാം അവർ ഇന്നും നമ്മൾ അതിൽ കാണാൻ സാധിച്ചു. അതെല്ലാം അവർ കിട്ടിയ ഒരു പർട്ടിക്കുലർ പ്ലേസാണ്. വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു.